ദേവസന്നിധിയുടെ എല്ലാ സഹയാത്രികർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഏറ്റുമാനൂരിലേക്കും നന്ദഗോവിന്ദം ഭജൻസ് എത്തുകയാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെയുള്ള ചൂരക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് നന്ദഗോവിന്ദം എത്തുന്നത്. ക്ഷിപ്രപ്രസാദിനിയും ഇഷ്ടവരദായിനിയുമായ ചൂരക്കുളങ്ങര അമ്മയ്ക്ക് വീണ്ടും ഒരു ഉത്സവകാലം സമാഗതമായി. ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവം 2026 ജനുവരി 21 ബുധനാഴ്ച മുതൽ 27 ചൊവ്വാഴ്ച വരെ നടത്തപ്പെടുകയാണ്. ക്ഷേത്രാചാരങ്ങളും പുതുമയാർന്ന കലാപരിപാടികളുമായി ഈ മഹോത്സവം ഭംഗിയായി നടത്തപ്പെടുന്നു. ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവത്തിന്റെ 3-ാം ദിനം കോട്ടയം നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിക്കുന്ന സാന്ദ്രാനന്ദലയം ഉണ്ടായിരിക്കുന്നതാണ്. ഭക്തിയും ക്ഷേത്രവുമൊക്കെ അകന്നു നിന്നിരുന്ന യുവതലമുറയെ ക്ഷേത്രമുറ്റങ്ങളിലേക്ക് തിരികെ എത്തിച്ച നന്ദഗോവിന്ദം ഭജൻസ് നമ്മുടെ ചെറുപ്പത്തിൽ ക്ഷേത്ര കോളാമ്പിയിൽ കേട്ടുകൊണ്ടിരുന്ന പഴയകാല അയ്യപ്പ ഭക്തിഗാനങ്ങളും ശിവകീർത്തനങ്ങളും കൃഷ്ണഗീതങ്ങളുമെല്ലാം ഇവർ വീണ്ടും നമ്മെ ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. യേശുദാസിൻ്റെയും MG ശ്രീകുമാറിൻ്റെയും P ജയചന്ദ്രൻ്റെയും ഒക്കെ സ്വരമാധുര്യത്തിൽ കേട്ടിരുന്ന ആ ഗാനങ്ങൾ ഇപ്പോൾ ഓരോ യുവജനതയും ഇവരോടൊപ്പം ഏറ്റുപാടുന്നു. കാണികളുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന അവതരണം, അവരെ ഭക്തിയിലേക്കും ആത്മീയതയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന ഭജനാസന്ധ്യകൾ, എണ്ണമറ്റ ശ്രോതാക്കൾ, തിങ്ങി നിറഞ്ഞ വേദികൾ. നന്ദഗോവിന്ദം ഭജൻസ് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഏഴര പൊന്നാനയുടെ നാടായ ഏറ്റുമാനൂരിലേക്ക് അവരെത്തുന്നു. നന്ദഗോവിന്ദത്തിന്റെ ആരാധകർക്ക് ആ സംഗീത ലയത്തിലേക്ക് ഊളയിടാൻ ഇനി ഒരു ദിവസം കൂടി മാത്രം. സാന്ദ്രാനന്ദലയം ആരാധകർക്കായി ക്ഷേത്രമുറ്റം ഒരുക്കുന്ന ചടങ്ങുകൾ പൂർത്തിയായി വരുന്നത് നന്ദഗോവിന്ദമായതുകൊണ്ട് കാണികളും അതുപോലെയാവുമല്ലോ. ഭക്തിയുടെയും ഐക്യത്തിൻ്റെയും മറ്റൊരു സന്ധ്യ കൂടി ആശംസിച്ചുകൊണ്ട് ഏറ്റുമാനൂരിൻ്റെ മണ്ണിലേക്ക് ഓരോ ആസ്വാദകനെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മറക്കണ്ട, 2026 ജനുവരി 23 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നന്ദഗോവിന്ദം ഭജൻസിന്റെ സാന്ദ്രാനന്ദലയം. നന്ദി.